അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോന് എതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. തെളിവില്ലാതെയും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ഈ മാസം 15-ന് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെതിരെ പരാതിയും കേസും. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം. ശ്വേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. ശ്വേതാ മേനോനെതിരായ കേസിലെ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി.